എടേ, ഇവിടുന്നാണോ അടിക്കുന്നത്? ഇവിടെ ഓരോരുത്തർ ഓരോന്ന് കണ്ട് പേടിച്ചുള്ളതാ. ഇവിടുന്ന് വേണോ? എനക്ക് എന്താടാ പേടിയാവുന്നുണ്ടോ? ചെറുതായിട്ടടാ. ഈ ഒന്നും പേടിക്കണ്ട, ഇതിന്ന് രണ്ടെണ്ണം പിടിപ്പിക്കും. എൻ്റെ പേടിയൊക്കെ ഇപ്പം മാറും. എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞു. നിൽക്ക്, കുപ്പി എടുക്ക്, കുപ്പി. ഇന്നിപ്പോൾ കേരളത്തിൽ എന്നല്ല ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ തുറന്നു പറച്ചിലുകൾക്ക് ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ല സൂചനയാണ്. പ്രശസ്ത നോവലിസ്റ്റും സംവിധായകയുമായ PC ദംഗാവറയുടെ ഒരു കഥാപാത്രം ഇങ്ങനെ പറയുന്നു: വൈ ഷുഡ് ഐ വറി അബൌട്ട് വാട്ട് പീപ്പിൾ സേ വെൻ മൈ ഓൺ ഫാദർ കോൾ മി എ വോർ? ഒന്ന് ചിന്തിച്ചാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ലഭ്യമായ സാഹചര്യങ്ങളിലെ ചരിത്രവും രവിയേട്ടാ, രവിയേട്ടനെ ഇടില്ല, ആൾത്തറയല്ല. എന്താടാ, എന്താ ഈ കാര്യം പറ. അനക്കൊക്കെ കളി, അത് ഞാൻ രവിയേട്ടനോട് പറഞ്ഞോളാം. രവിയേട്ടാ, അത് പിന്നെയും പൊട്ടി. എന്ത് പൊട്ടിയെന്നാ നീ പറയുന്നേ? വാണിക്കുളത്താ നശിച്ച ബൾബ്. പിന്നെയും പൊട്ടിയോ? ആ പാവങ്ങാട് ടീമിന്റെ പണിയാവും. ഞാൻ പണ്ടൊന്ന് കൊടുത്തതിന്റെ ചുരുക്കാ. ഈ ഒന്ന് അടങ്ങ് വീടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്കേ ആ പ്രകാശനോട് പറഞ്ഞ് ഒന്ന് മാറ്റിയിട്ട് നോക്കിയാലോ? കുറെ അവന്മാർ അതിലെ പണിയില്ലാതെ നടപ്പുണ്ട്. അതോ ആ കള്ളുകുടി ടീമാണോ? ഇനി ആരായിരിക്കും? അല്ലാന്ന് ആ ദാസമാഷ് വയ്യാണ്ട് കിടക്കുമ്പോൾ ഒരു വെളിച്ചമുള്ളത് നല്ലതല്ലേ? ഒന്നുമില്ലേലും ഒരു പെൺകുട്ടിയുള്ള വീടല്ലേ? ആർക്കാ എത്ര ചൊരുക്ക്? ഇക്രു, എല്ലാവർക്കും വീട്ടിൽ പോകാം. സന്ധ്യയായില്ലേ? ഏത് മറ്റോനാണെങ്കിലും നാളെ തന്നെ കണ്ടുപിടിച്ചിരിക്കും. ആ ഫുട്ബോൾ കളിക്കുന്ന ചെക്കന്മാരാവാനാ സാധ്യത. നീങ്ങുവാ. നീ ആ പാക്കറിന്റെ മോനല്ലേ? ആ അതെ. ആ നിങ്ങളാ ബോളിംഗ് ഇതാ. അതിരിക്കട്ടെ, ഇത് സംബന്ധിച്ച ബോൾ തരാം. എന്ത്? നിങ്ങളല്ലേ ബൾബെറിഞ്ഞ് ഓടിക്കുന്നത്? പിന്നെ നിങ്ങൾക്ക് എന്തിനാ കേടാണ്? ആ പാവാടിയോടും ടീമിനോടും പോയി ചോദിക്ക്, അവരുടെ ശാപ്പാണി വിടാം. ഗഫൂറ, സത്യം പറഞ്ഞോണം, നീയല്ലേ വാണിക്കുളത്ത് ബൾബെറിഞ്ഞ് ഓടിക്കുന്നത്? പൊട്ടിച്ചളിക്കാന്ന് ഓലപ്പടക്കോ കാര്യദേവി എൻ്റെ തല്ലി നമ്മൾ കുറേ കൊണ്ടിട്ടുണ്ടെങ്കിലും നമുക്കൊരു അന്തസ്സുണ്ടാ. ഇത് നമ്മളല്ല. ഞാൻ ദാസമാഷ വീട്ടിൽ കയറിയാക്കി പാള കിട്ടുമല്ല. ശിവേട്ടാ, നിങ്ങളാ ദാസമാഷ കാണാനല്ലേ പോണേന്ന് നമുക്കറിയാട്ടാ. ഇക്കട പോലെ അവിടെ അന്തസ് വേണടാ, അന്തസ്.
രവിയേട്ടനോ? എന്താ ഈ നേരത്ത്? എല്ലാരും എന്താ കേറാത്തേ? മാഷേ, ആ രവി, എത്രയാടാ കണ്ടിട്ട്? രാവിലെ താഴെ വന്നിരുന്നു എന്ന് ലീല പറഞ്ഞു. ആരോ നമ്മുടെ വഴിവിളക്കെറിഞ്ഞ് പൊട്ടിക്കുന്നു. മാഷേ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ച് ഈ അസുഖം ഒന്ന് ഭേദമാക്കാം. നിങ്ങൾ എന്താണ് ഇതിനെ ഇങ്ങനെ ഉദാസീനമായി കാണുന്നത്? ഈ രോഗം എന്നെ ഭയപ്പെടുത്തുന്ന ഒന്നുമല്ല. രോഗമില്ലാതെ വന്നാൽ ഞാൻ ഭയപ്പെടും. എനിക്കെതിരെന്തോ ഗൂഢാലോചന നടക്കുന്ന പോലെ. രോഗം വേദന എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? എന്നെ തനിച്ചാക്കിയിട്ട് അച്ഛൻ അങ്ങ് പോകും. അച്ഛനെന്താ? മാഷേ, കുട്ടികൾ പുറത്ത് കാത്തിക്കുക. അത് അന്വേഷിച്ച് പോകുമ്പോൾ ഇതിലെ വരാം. നിനക്ക് വേണ്ടി ഒരു ബുക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നീ അത് വായിക്കണം. ശരി മാഷേ. ലീല ഇങ്ങ് വാ. എന്താ രവിയേട്ടാ? ആ വിശ്വൻ എന്താ ഇവിടെ കാര്യം? അത് രവിയേട്ടാ, ഞാൻ കുറച്ച് പണം. പൈസ വേണേ എന്നോട് ചോദിക്കാലോ. നിങ്ങൾ എത്ര തരും? നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? നിങ്ങൾ ആ ബൾബ് പൊട്ടിക്കുന്ന ആളെ നോക്കി നിൽക്കണ്ട, അത് ഞാൻ തന്നെയാ പൊട്ടിക്കുന്നത്. ആ ഇരുട്ടാണ് ഞങ്ങളുടെ വെളിച്ചം. അല്ല രവേട്ടാ, അവിടെ നിൽക്കി ആളെ കണ്ടുപിടിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? നിങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞില്ലേ? അല്ല, ഇതെന്ത് വർത്താനം രവിയേട്ടാ, നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഇയാൾക്ക് ബുദ്ധിമുട്ട് ഭ്രാന്തായി നടന്നു. ആ ഇരുട്ടാണ് ഞങ്ങളുടെ വെളിച്ചം. മാഷിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. ഭിന്നതകൾക്ക് തുല്യത കൈവരുന്ന ഒരു ലോകത്തെയാണ് ജനാധിപത്യ സമൂഹത്തിൽ നാം നിർമ്മിച്ചെടുക്കേണ്ടത്. വർഗീയ ശക്തികളാൽ ഭിന്നസ്വരങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മാഷ് ഉപേക്ഷിച്ചു പോയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം, അഭിവാദ്യങ്ങൾ. അടുത്തതായി ഈ കോളേജിന്റെ പ്രിൻസിപ്പാളും സർവോപരി സുരേന്ദ്രദാസ് മാഷിന്റെ മകളുമായ ശ്രീമതി ലീല രവിയെ നന്ദി പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു.